നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി. വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി. വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം.
ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിലെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരോടും ഞങ്ങളുടെ കൂട്ടായ്മയിലെ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി മന്ത്രധ്വനികളുമായി വേദി നമ്മുടെ അമ്മമാരും കുഞ്ഞുങ്ങളും കൂട്ടുകാരെ, ഞാനാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് ഞാൻ. സത്യവും അഹിംസയുമാണ് എന്റെ സമരായുധങ്ങൾ. കുട്ടികൾ എന്നെ ബാബുജി എന്നും വിളിക്കും. ഝാൻസി റാണി. മണികർണിക എന്നാണ് എന്റെ യഥാർത്ഥ പേര്. ബ്രിട്ടീഷുകാർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയതയുടെ ശക്തമായ പ്രതീകമാണ് ഞാൻ. ജവഹർലാൽ നെഹ്റു. കൂട്ടുകാരെ, ഞാനാണ് ജവഹർലാൽ നെഹ്റു, നിങ്ങളുടെ സ്വന്തം ചാച്ചാജി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഞാൻ. സർദാർ വല്ലഭായ് പട്ടേൽ. കൂട്ടുകാരെ, ഞാനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ ഞാൻ പ്രധാന പങ്കുവഹിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ, എന്റേതാണ്. വിവേകാനന്ദൻ. ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണ് ഞാൻ. ഇന്ത്യയുടെ യുവ മനസ്സുകൾക്ക് എന്നും പ്രചോദനമാണ് ഞാൻ. എൻ്റെ ജന്മദിനമായ ജനുവരി 12 നിങ്ങൾ ദേശീയ യുവജന ദിനമായാണ് ആചരിക്കുന്നത്. അടുത്തതായി
ഓലവാരേ
കടക്കണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീട് ഒട്ടേറുക കടക്കണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീട് ഒട്ടേറുക കടക്കണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീട് ഒട്ടേറുക കടക്കണ ഗോലിയാത്ത് യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും യോശുവയും കൂട്ടുകാരും ഏഴു കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു ഏഴു വട്ടം നടന്നു കോട്ട ചുറ്റി നടന്നു 7 വട്ടം നടന്നു 7 വട്ടം മൂടിയപ്പോൾ കൂട്ടമതിൽ തകർന്നു വീട് ഒട്ടേറുക കടക്കണ ഗോലിയാത്ത് അഞ്ച് കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീട് ഒട്ടേറുക കടക്കണ ഗോലിയാത്ത്
ചാക്കടക്കണ ഗോലിയാട്ട് അഞ്ചു കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്ന ദാവീദ് ഒട്ടേറെ ചാക്കടക്കണ ഗോലിയാട്ട് அதிசயம் இந்த ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் துணிய போகுது அற்புதங்கள் துணிய போகுது சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு പ്രസിഡന്റ് ഷാജൻ, കൈക്കാരൻ സോജൻ, വിറ്റകര തോമസ്, ഓടത്തിങ്കൽ ചേട്ടൻ, മറ്റ് യൂണിറ്റിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ, സിസ്റ്റർ ഗ്രേസി, എൻ്റെ യൂണിറ്റിലെ നല്ല പ്രവർത്തകരെ, വീട്ടുകാരെ, കുഞ്ഞുങ്ങൾ. ഞാനിവിടെ ആയിരിക്കുന്നത് ഒരു പാട്ടൊക്കെ പഠനം ആഗ്രഹിക്കും, ഡിസ്റ്റർബും ചെയ്യില്ല. അപ്പം അന്ന് 2 വാക്ക് പറഞ്ഞു പോകാമെന്ന് ചോദിച്ചു. ഈ 2 വാക്കെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ബൈബിളിലെ ചില വാക്കുകളാണ്. 3 നാൾ ധ്യാനമൊക്കെ കൂടി ഭാര്യ പറഞ്ഞ് നിർബന്ധിച്ച് പോയതാണ്. ധ്യാനം നന്നായി, ഞാൻ നന്നായില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ നമ്മളോട് തെറ്റുന്നവരോട് നമ്മൾ ക്ഷമിക്കണം എന്ന് പറയണം. പക്ഷെ എനിക്ക് ക്ഷമിക്കാൻ ഇന്നുവരെ പറ്റിയില്ല. അങ്ങനെയുള്ള ഞാൻ ദൈവം എങ്ങനെ പിന്നെ എന്നോട് ക്ഷമിക്കും? അപ്പോൾ അത് ക്ഷമിക്കാൻ സാധ്യതയില്ല. അതങ്ങനെ പോട്ടെ, ഏറ്റവും വേണ്ടി എനിക്ക് തോന്നുന്നത് ദൈവം നമുക്ക് തന്ന ദാനങ്ങളിൽ ഏറ്റവും വലുത് അവിടുത്തെ വചനമാണ്. ഈ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ഇപ്പോഴും വചനം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനം നിലനിൽക്കും. യോഹന്നസ്ലിഹ തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആൾ സ്റ്റാൻഡേർഡ് മാറ്റി പറഞ്ഞു. ക്രിസ്റ്റി ഫ്രാൻസിസ്, റോസ്ലി ദേവസി, ജെസി ജോസ് ചിറ്റകര. അപ്പൊ ഇവരൊക്കെ മറന്നിരിക്കായിരുന്നല്ലേ? ജിജി സോജൻ, ആന്റണി ചന്ദ്രൻ, അലൻ ജിജോ, ജോളി ജിജോ, സാന്റ മരിയ, ജസ്റ്റിൻ സ്റ്റീഫൻ. ഇത്രയും പേരുടെ പേരുകളാണ് നമ്മുടെ സ്മരണികയിലുള്ളത്. ഇനിയും ചിലപ്പോ അതിലില്ലാത്തവരും ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇരിക്കണം. മെയ് മാസം പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരെയും ഇവിടേക്ക് വിളിക്കുകയാണ്. മോന്റെ പേര് ഇവാന്റെയും കൂടി ബർത്ത്ഡേ ആണ്.
അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പിറന്നാൾ മംഗളങ്ങൾ നേരുന്നു. നമുക്ക് എല്ലാവർക്കും മനോഹരമായ ഒരു കയ്യടികളോടെ ഇവരുടെ കേക്ക് മുറിക്കാനായിട്ട് ഇവരുടെ കൂടെ നമുക്ക് കൂടാം. ഓക്കെ, മധുരം പങ്കുവെക്കേണ്ടതാണ്. Philippines. So this song is entitled When We Were Young by Adele. Everybody loves the things you do, from the way you talk to the way you move. Everybody here is watching you as you feel like home, like a dream come true. But if by chance you're here alone, can I have a moment before I go? 'Cause I've been by myself all night long, hoping you're someone I used to know. You look like a movie, you sound like a song, but God, this reminds me of when we were young. Let me photograph you in this light, in case it is the last time that we might be exactly like we were before we realized we were sad of getting old. It made us restless. It was just like a movie, it was just like a song. I was so scared to face my fears. Nobody told me that you'd be here. And that's where you moved overseas. That's what you said when you left me. You look like a movie, still sound like a song, but God, this reminds me you were young. Let me photograph you in this light, in case it is the last time that we might be exactly like we were before we realized we were sad of getting old.
हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुए दीवाने मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग तू ही संसार मेरा ये पागल सा है प्यार मेरा छुड़ाई दरबार मेरा तू ही संसार मेरा ये पागल सा है प्यार मेरा छुड़ाई दरबार मेरा दो नैन सितारे है चांद समखड़ा क्या कहना उसका आफरीन दावत में जैसे वो शाही टुकड़ा उसके जैसी न कोई नाज़नीन शाही जोड़ा पहन के आई जो बन के वही तो मेरी स्वीट हार्ट है फरमाइश बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है शाही जोड़ा पहन के आई जो बन के वही तो मेरी स्वीट हार्ट है फरमाइश बगल में जो बैठी है दुल्हन के वही तो मेरी स्वीट हार्ट है चमा चम नाच आजे दम ढोल बजे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे पापा पापा पीपल निकले आजा लेट्स गेट दिस सीखे नॉन स्टॉप हल्ला मचेगा ओए नाचो सारे अपनी फेमस है रात वाली यारियां जाने सारा इधर पुरमा सुन ले ओ छोरिया घूमे नगरिया जब जब ये घूमे यार तारी कमरिया तारी कमरिया इधर पुरमा सुन ले ओ छोरिया घूमे नगरिया जब जब ये घूमे यार तारी कमरिया तारी कमरिया ഒരു കാലിളകിയ ചേലില് ഒരു കാലിളകിയ ചേലില് കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി ചെറുചിരി ചെറുപുഞ്ചിരി കാവടി കിടന്നാടണ ഒരു കാലിളകിയ ചേലില് കാലിളകിയ ചേലില് കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി ചെറുചിരി ചെറുപുഞ്ചിരി കരളില് പൊരു കാവടി പൂ കാവടി കിടന്നാടാണ് കാവടി കിടന്നാടാണ് വരിക്കച്ചക്കട ചുള കണക്കിന് തൊടുത്തൊടുത്തൊരു കല്യാണി തൊടുത്തൊടുത്തൊരു കല്യാണി കൊടകരയില് കാവടിയാടുമ്പം കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം കമറടിക്കണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ കമറടിക്കണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ 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 തീയ തീയ തീയാമേ 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 തീയ തീയ തീയാമേ മണലു വരണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ മണലു വരണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ നീതിയുള്ള കൃതമാണടി തീയാമേ കാശിന്റെ ക്ഷാമം തീർന്നടി തീയാമേ
കാശിന്റെ ക്ഷാമം തിന്നടി തീയാമേ കമറടിക്കണ കാലമായടി തീയാമേ കാശിന്റെ ക്ഷാമം തിന്നടി തീയാമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാ സമാനം സന്തതം കാണുന്നു ഞാൻ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ചിന്തിച്ചറിയാം എനിക്കാവതില്ലേയതിനാഴമളന്നിട എത്ര ബഹുലമത് എനിക്കാവതില്ലായതിനാഴമളന്നിട ബഹുലമത് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ആയിരം ആയിരം നാവുകളാലത് വർണ്ണിപ്പതിന്നെഴുതൂ ആയിരം ആയിരം നാവുകളാലത് വർണ്ണിപ്പതിന്നെഴുതൂ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എത്ര മനോഹരമേ പൂമംഗലം അതെല്ലാവർക്കും അറിയാം അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിന് ഇങ്ങനെ പൂമംഗലം എന്ന് പേര് വരാനുള്ള കാരണം? ജോഡിച്ചേട്ടൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആള് പറയണ ഉത്തരം ശരിയാണോ നോക്കാം. വേറെ ആർക്കെങ്കിലും അറിയോ ഉത്തരം? വേറെ ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിന് പൂമംഗലം എന്ന് പേര് വരാൻ കാരണം? സ്ഥലത്തിരുന്ന് പറയുന്ന ഉത്തരങ്ങൾ സ്വീകരിക്കുന്നതല്ല. അപ്പൊ ജോണിച്ചേട്ടന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ജോണിച്ചേട്ടൻ പൂമംഗലം നമ്മുടെ ഈ പരിസരത്ത് ചാമക്കുന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കുശവന്മാരുണ്ടായിരുന്നു. കുശവൻ മംഗലം ഉണ്ടാക്കുന്നു. അന്ന് ഈ കലം വളരെ മനോഹരമായ പൂക്കളായിരുന്നു എൻ്റെ മുന്നിൽ. അത്രയും മനോഹരമായ പൂക്കൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് പൂമംഗലം, പൂവുള്ള മണ്ണുകൊണ്ടുള്ള കലം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഉത്തരം വളരെ ശരിയാണ്. അപ്പോ നമുക്ക് ഒരു സമ്മാനം കൊടുക്കാം. സമ്മാനം കൊടുക്കുന്നതിനായിട്ട് ഷാജുവേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് നിങ്ങൾക്ക് അറിയായിരുന്നോ? ജിത്തു ആണോ ഭാഗ്യശാലി? ജിത്തു അപ്പൊ സമ്മാനം വാങ്ങിക്കാനായിട്ട് വേറെ വേദിയിലേക്ക് വരേണ്ടതാണ്. സമ്മാനം നൽകാനായിട്ട് നമ്മുടെ യൂണിറ്റിന്റെ സെക്രട്ടറി, നമ്മുടെ യൂണിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജോസേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡന്റ് അല്ലേ? ഒന്നില്ലേ ഞാൻ പോകും. ഭജിക്കും നേരെന്നു ഞാൻ നിന്റെ നാമം പാലയി പാലിക്കണേ ദയാനിതേ അമ്മേ പാലയി പാലിക്കണേ ദയാ
നിന്റെ ദാസിയാമെന്നെ അമ്മേ അച്ഛൻ വരുന്നത് പകയ്ക്കുമേ